ജോർജിയയിൽ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു 10 മണിയായിട്ട് ഇപ്പോൾ ജിയോമഡി യൂണിവേഴ്സിറ്റി കാണാം എന്നുള്ള രീതിയിൽ പോവാണ്. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണി ജോർജിയയുടെ 16ാമത്തെ ദിവസമാണ്. എന്താണ് എക്സ്പ്ലോറിംഗ് യൂണി എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡന്റ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ശരിക്കും ജിയോമഡി 2014 മാത്രം സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. ഓൾമോസ്റ്റ് 2014 മുതൽ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് പോകാൻ തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റി കൂടിയാണിത്. ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മെഡിക്കൽ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ യൂട്യൂബിലുള്ള വ്ളോഗിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും. അതായത് മലയാളി സ്റ്റുഡൻസ് അബ്രോഡ് പഠിക്കുന്ന 7ഓളം രാജ്യങ്ങളിലെ 50ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ നേരിട്ട് പോയിട്ട് ആ യൂണിവേഴ്സിറ്റികളുടെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള ഫെസിലിറ്റീസും ലാബ്സും അവിടെ കുട്ടികൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ്സും ഹോസ്റ്റലും ആ സിറ്റിയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സിനോടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും അതല്ലെങ്കിൽ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടൈം ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അബ്രോഡ് MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇസാനി മെട്രോയിൽ ഇറങ്ങുന്നതാണ് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ എളുപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ മെട്രോ ഇറങ്ങി ഇസാനി സ്ട്രീറ്റിൽ നിന്ന് ടാക്സി ഇട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ജിയോമഡി യൂണിവേഴ്സിറ്റിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് ആണ് കാണുന്നത്. വലിയ ക്യാമ്പസോ കാര്യങ്ങളോ ഒന്നുമില്ല. യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിന്റെ ചുറ്റും ഒരുപാട് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഈ അപ്പാർട്ട്മെന്റുകളിലൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ നിൽക്കുകയും ചെയ്യുന്നത്. ഞാനങ്ങനെ സൈഡിൽ നിന്നും ആ ബിൽഡിങ്ങിന്റെ മുന്നിലേക്ക് വന്നു. ഞാൻ പോകുന്ന സമയത്ത് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു ഫ്ലോർ കൂടെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ യൂണിവേഴ്സിറ്റി കാണുമ്പോഴേക്കും ഷെലയും അമൽ ബ്രോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവര് ജിയോമഡി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസ് ആണ്. ഞാനിപ്പം ജിയോമഡി യൂണിവേഴ്സിറ്റിന്റെ അടുത്തുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അമൽ ബ്രോ ആണ്. ഇവിടെ ഏത് ഇയറിലായിരുന്നു? ഞാൻ ഫോർത്ത് ഇയറിൽ ഇവിടെ പഠിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് യൂണിവേഴ്സിറ്റി ഫുൾ ആയിട്ടൊന്ന് കണ്ടുനോക്കാം. ഞാനങ്ങനെ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്ന ഒരു ലോബിയാണ്. കുറച്ച് ചെയറുകളൊക്കെ ഇട്ട ഒരു സെക്യൂരിറ്റി ക്യാബിനൊക്കെ ഉള്ള ഒരു ലോബി. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ ഹെഡായിട്ടുള്ള ഹരീഷ് സാറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. My name is Harish Kumar, and I'm the head of admission department in Geomedi University, and I have a great experience. Like in this university, I'm working past 10 years, and while this university is the one of the oldest one, we have a lot of students, a lot of histories. At the moment, we have a lot of successful doctors, and they are working in Indian hospitals, in US hospital, and UK. So welcome to our university. This is our student service center, and we will be showing you more and more. So this is basically our logo, and it's a symbol of MEDI called Medicals. Geo is Georgia, so we are based off the medical name like GeoMedi. So this is the student service center. So students come here and pursue their request with all the documentations, and the service center is helping them for the all remaining things. യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്, കുഴപ്പമില്ല, നൈസാണ്. ഇപ്പം ഞങ്ങൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുക. പ്രൊഫസേഴ്സ് ആയാലും എല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. This is self government. The student having the activities in different sports. Okay. And so these are part of the self government. ഇത് ഇവിടെയുള്ള അവാർഡ്സ് ആണല്ലേ? നിങ്ങൾക്ക് എന്താ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. സെക്കൻഡ് ഇയർ ആയിട്ടില്ല. അമൽ ബ്രോ എന്തെങ്കിലും ഇതിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പുള്ളി ഒളിമ്പിക്സ് അറിയിട്ടുണ്ട്. ഒളിമ്പിക്സിലാ? This is the one tournament we won with the TMA match. So this is our team. So this is the history of all the medals of the students which they are participating in the sport activities. ഓക്കെ. ഞങ്ങൾ ആദ്യം പോയത് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോൺഫറൻസ് ഹാളിലേക്കാണ്. ഈ കോൺഫറൻസ് ഹാളിലാണ് യൂണിവേഴ്സിറ്റിയുടെ കോൺഫറൻസുകളും FMG ക്ലാസ്സുകളൊക്കെ നടക്കാറുള്ളത്. Like in this room, actually we are having conferences and Indian student classes, and we are inviting the professor from India, from different faculties like FMG coaching and USMLE coachings is going around in this classroom. So you can see this room, around 110 students can sit here. യൂണിവേഴ്സിറ്റിയിൽ എന്താ മെയിൻ കോൺഫറൻസ് നടക്കുന്നതായാലും അല്ലാത്ത ക്ലാസ്സസ് ആയാലും ഇപ്പം ഇവിടെ എന്താ നേരത്തെ ഒരു ഇന്ത്യൻ ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മെയിനായിട്ടുള്ള ക്ലാസ്സസ് ആയാലും എല്ലാം ഇവിടെയാണ് വെച്ച് നടക്കുന്നത്. So recently we had the self-government election. Okay. So whenever they are having activities, they are just putting their poster here and doing marketing for themselves. So it's a kind of the students' self-government activity. Okay. So once they are choosing their president, so president is helping for all the sport activity, their some academic activities,
gathering them, and some trip activities. So I think basically these are the faces of from the Indian sides. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇന്റർനാഷണൽ ഹെഡിന്റെ റൂമിലേക്കാണ് പോയത്. ഇന്റർനാഷണൽ ഹെഡ് ഹരി സാറാണ്. This is my office, the admission of an international student. So all the students coming for their request, if they have any problems with related to academics or some their own problems and some health issues or documentation and so on and so on, you know. As per the Indian representative here, so I'm always welcome to help them. You know. So സാർ വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് എന്താണെങ്കിലും സാറിനോട് പറയാം. ഓക്കെ. എന്ത് ഫീസാണ്? ഫീസ് എങ്ങനെയുണ്ട്? ഫീസ് $5,500. ഹരി സാറാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്. So yeah, I'm doing my best. I'm really happy with involving this medical terms since 10 years in the field of medicine, and I made it like a passion. You know, I'm passionate about to help all the students, and I'm very happy because once you are happy in your profession, so of course you achieve your goal and success. Yeah, so I'm here for helping all the students. അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു ലെക്ചർ റൂമിലേക്ക് പോയി. So this is again we have a classroom. So Shaila will tell more about, like we have a seminar and big groups. So they're having classes here. So once again here is the arrangement for around 80 students. They can sit in this big auditorium. അത്യാവശ്യം സ്റ്റുഡൻസിന് ഇരിക്കാൻ പറ്റുന്ന ഒരു ലെക്ചർ റൂമാണിത്. ഇവിടെ ലെക്ചേഴ്സും സെമിനാർസും ഒക്കെ ഉണ്ട്. ക്ലാസ് റൂമിന്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരു പഴയ ഇൻഫ്രാസ്ട്രക്ചറാണ്. കാരണം 2014 സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി ആണല്ലോ. ഞങ്ങളുടെ ബാച്ചിൽ ഒരു 18 പേര് ഞങ്ങളുടെ ബാച്ചിൽ. ഓക്കെ. അപ്പോൾ 18 പേര് ഒരു ബാച്ചിലാകുമ്പോൾ ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലേ? ഒരു ഗ്രൂപ്പിൽ 18 പേര്. ലെക്ചർ നടത്തുമ്പോൾ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അതെല്ലാം കൂടെ ഒരുമിച്ചായിട്ട് ലെക്ചർ. സെമിനാർസ് ആണ് ഓരോ ഇതായിട്ടുണ്ടാവും. അപ്പോൾ ലെക്ചേഴ്സ് സെമിനാർസ് ഒരേ വീക്കിലാണോ അല്ലെങ്കിൽ ഒരു വീക്കിൽ ലെക്ചർ നടന്നിട്ട് നെക്സ്റ്റ് വീക്കിൽ സെമിനാർ ആണോ? ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീക്കിൽ ഫുള്ള് ലെക്ചേഴ്സ് ആയിരിക്കും. സെക്കൻഡ് വീക്ക് തൊട്ടായിരിക്കും സെമിനാർസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നെ തൊട്ട് ലെക്ചേഴ്സ് സെമിനാർസ് ഉണ്ടാവും. മിക്സ് ചെയ്ത്. ഓക്കെ. അപ്പം ഈ ലെക്ചർ ക്ലാസ് കമ്പൽസറി ആണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലെക്ചർ കയറണം? കമ്പൽസറി ആണ്. സെമിനാർസിന് അസസ്മെന്റ് ഉണ്ടോ? സെമിനാർസ് നമുക്ക് മാർക്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ സെമിനാർസും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് മിഡ് ടേം എക്സാം എഴുതാൻ പറ്റില്ല. എങ്ങനെയാണ് അതിന്റെ ഒരു അസസ്മെന്റ്? എത്ര മാർക്കിലാണ്? നോ മോഡ്യൂൾസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ അനാറ്റമി ഫിസിയോളജി അങ്ങനെ ഉണ്ടല്ലോ. അപ്പം മിനിമം 1 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. അപ്പം മേ ബി ഒരു സെമിനാറിൽ ചിലപ്പോൾ 0.3 ആയിരിക്കും. നമ്മൾ കുറെ സെമിനാർസ് കയറിയാലേ 1 മാർക്ക് കിട്ടും. മിനിമം 1 മാർക്ക് കിട്ടണം. 4ലാണ് ടോട്ടല്. 4ലാണ് മിനിമം 1 മാർക്ക് കിട്ടിയാലേ നമുക്ക് മിഡ് ടേം എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു സെമിനാർ ക്ലാസ് എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവും? ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങി മുതൽ തീരുന്നത്, അതായത് ഫുൾ ക്വസ്റ്റ്യൻസ് ആണോ, അതായത് അല്ലെങ്കിൽ ക്വിസസ് ആണോ, MCQ ആണോ, അങ്ങനെയാണ്? അത് ഓരോ സബ് പോലെയാണ്. ഇപ്പം അനാറ്റമി ഒക്കെ മാം ഫുള്ള് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഇപ്പം ബോൺസ് ആയാലും ഓരോ ഇതനുസരിച്ച് എടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് മസ്കുലൊക്കെ വന്നപ്പോൾ ബോൺസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബയോക്യം ആണെങ്കിൽ മാം ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുപോലെ തന്നെ ക്വിസസ് നടക്കും. രണ്ടും വന്നിട്ട് ആവറേജ് എടുത്തിട്ടാണ് മാർക്ക് ഇടുന്നത്. മിക്സ് ചെയ്തിട്ടാണ്. നമ്മുടെ അടുത്ത് ഓറലി ചോദിക്കുന്നതിന്റെയും ക്വിസിന്റെയും കൂടെ ഇത്തിരി കൂടെ സ്ട്രിക്റ്റ് ആയി ഇവിടെ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതാവുമ്പോ ജസ്റ്റ് ഒന്ന് പഠിച്ച് ഇത്തിരി പോയാൽ നമുക്ക് പാസ്സാവും. ഇവിടെ നേരെ ചൊവ്വേ ആ ബുക്ക് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് നല്ല ഡീപ്പായിട്ട് പഠിച്ചാലേ പാസ്സാവുള്ളൂ. സെമിനാർസിനൊക്കെ മാർക്ക് കിട്ടാൻ നല്ല ടഫാണ്. നല്ല ഡീപ്പായിട്ട് പഠിക്കണം. Yeah, basically actually I think this is good because students in another hand they're in abroad, so they should understand the value of the study. And you know the time is everything nowadays, and if they pay attention for their study, so they will come out with like good knowledge and they can become a good doctor in future. So far, yeah. യൂണിവേഴ്സിറ്റിയിലൂടെ നടക്കുന്ന സമയത്ത് പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ്റെനൻസ് കുറവാണെന്നുള്ളതാണ്. I will tell you very important thing about the GMIT University. As for the old university in Georgia, basically we have only medical subject and we call like a med school. So we don't have like non-medical subject. We have physical rehabilitations, dentistry and medicine and health management. So you can see that we are involved in all the medical subjects. So we are fully like medical school in Georgia, you know. Okay. Yeah. ഞങ്ങൾ അവിടുന്ന് നേരെ അവരുടെ ഹിസ്റ്റോളജി ലാബിലേക്കാണ് പോയത്. ഹിസ്റ്റോളജി ലാബിൽ കുറെ മൈക്രോസ്കോപ്പുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇതെല്ലാം ലൈറ്റ് മൈക്രോസ്കോപ്പാണ്. ഇത് ടീച്ചറിന്റെ ഡിജിറ്റൽ മൈക്രോസ്കോപ്പ്. ഇത് നമ്മുടെ TV ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം മിസ് ഇവിടെ സ്ലൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നമ്മൾ കാണിക്കും. അത് നമുക്ക് മാമിന് പോയിന്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പോയിന്റർ ഉണ്ട്. മാമിന് പോയിന്റ് ചെയ്യാൻ പറ്റും. ഇത് സ്ഥലം
അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ സ്ലൈഡ്സ് മൈക്രോബയോളജി ക്ലാസ് ഉണ്ട്, ഹിസ്റ്റോളജി ഉണ്ട്, പിന്നെ സൈക്കോളജി ക്ലാസ് ഉണ്ട്. മൈക്രോബയോളജി ഒക്കെ ഓൾമോസ്റ്റ് ഒരു 5th സെമസ്റ്റർ, 5th അല്ല 4th സെമസ്റ്റർ മൈക്രോബയോളജി സെക്കൻഡ് പാർട്ട്. സോ അതിനകത്ത് ഇപ്പൊ നല്ല നല്ല ഒത്തിരി സെൽസും കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിനകത്ത് ഫസ്റ്റ് നമുക്കൊരു ഓറൽ എക്സാമിനേഷൻ ഉണ്ട്. ഓറൽ കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കലിനകത്ത് മാം നമുക്ക് സ്ലൈഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇപ്പം ക്യാൻസർ ഓങ്കോജനസ് സെൽസോ അങ്ങനത്തെ അത് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് എന്തുകൊണ്ട് ഓങ്കോജനസ് എന്ത് സെൽസ് ആണ് ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയ ഫ്ലോറിൽ മുഴുവൻ ക്ലാസ് റൂമുകളായിരുന്നു. അങ്ങനെ ക്ലാസ് റൂമുകളൊക്കെ കണ്ട് ഞങ്ങൾ അവരുടെ സ്റ്റിമുലേഷൻ ബ്ലോക്കിലേക്ക് പോയി. സ്റ്റിമുലേഷൻ ബ്ലോക്കിൽ സ്റ്റിമുലേഷൻ ലാബുകളും അതുപോലെ തന്നെ ക്ലിനിക്കൽ സ്കിൽസ് ലാബും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ കയറിയത് പീഡിയാട്രിക് സെഷനിലായിരുന്നു. ഗൈനക് ആൻഡ് പീഡിയാട്രിക്സ് ആണ് ആ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഡിസ്കഷൻ റൂമിലേക്ക് പോയി. ഈ ഒരു ഡിസ്കഷൻ റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് പിന്നെ ഈ ക്ലിനിക്കൽ സ്കിൽസ് ലാബിലേക്ക് വരുന്നത്. അവിടുന്ന് ഞങ്ങൾ അടുത്ത സ്റ്റിമുലേഷൻ ലാബിൽ കയറിയ സമയത്ത് അവിടെ എയർവേ മാനേജ്മെന്റിനും അതുപോലെ പാൽപേഷനൊക്കെ വേണ്ടിയിട്ടുള്ള മാൻകിനുകൾ ഉണ്ടായിരുന്നു. ഫിസിയോളജി ക്ലാസ്സസ് യൂഷ്വലി ഉള്ള നമുക്ക് ഓർഗൻസും കാര്യങ്ങളും പിന്നെ ഈ മാനിക്യൂറിനകത്ത് ഇപ്പം നമുക്ക് സ്പ്ലീൻ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയറൊക്കെ നോർമലി സ്പ്ലീൻ ചെക്ക് ചെയ്യുന്ന സ്പ്ലീനകത്തല്ലേ നമുക്ക് നോർമലി പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കതിട്ട്. അതൊക്കെ അപ്പം കാണിക്കുന്ന മാനിക്യൂറിനെ ഈ സൈഡിൽ നിന്ന് പിടിച്ചിട്ട് ഇവിടുന്ന് പുഷ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പാൽപ്പേറ്റ് ചെയ്യണം. അതൊക്കെ ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാ പാൽപ്പേഷനും ബാക്കി കാര്യങ്ങളും അതിനകത്ത് തന്നെ. ഒരു ജനറൽ ഇന്റർണൽ ഓർഗൻ ഇതായിരിക്കും എല്ലാവരുടെയും. ഇപ്പൊ മനുഷ്യന്മാർക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കുമല്ലോ. ചേഞ്ച് ഞാൻ പറയുന്നത് എന്തായാലും, പക്ഷെ അത്രയും അങ്ങോട്ട് ചേഞ്ച് എന്തായാലും വരാറില്ല. ഇത് ലിവർ മറ്റേ ഇവിടെ കിഡ്നീസും കാര്യങ്ങളും പൊസിഷൻ കറക്റ്റ് മനസ്സിലാവും. ഇപ്പൊ ലെഫ്റ്റ് ക്വാഡ്രന്റിലാ, റൈറ്റ് ക്വാഡ്രന്റിലാ, റൈറ്റ് അപ്പർ ക്വാഡ്രന്റിലാ. അത് അങ്ങനെ അത്രയല്ല. ഇപ്പം നമുക്ക് കിഡ്നി ഇതാ റെട്രോപെരിറ്റോണിയലാ, അതൊക്കെ പറയാൻ വേണ്ടി ഓക്കെ ഈ റിബ് കേജിന്റെ ഈ സൈഡിലായിട്ടായിരിക്കും ഒരു വിഷ്വലൈസേഷൻ ഇത്തിരിയുടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ടീച്ചേഴ്സ് അങ്ങനെ എക്സ്പ്ലെയിൻ മനസ്സിലാവും. അതും കണ്ട് തൊട്ടടുത്ത റൂമിലേക്ക് പോയപ്പോൾ അവിടെ CPR പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാൻകിനായിരുന്നു ഉണ്ടായിരുന്നത്. അതും കൊണ്ട് അടുത്ത റൂമിലെത്തിയപ്പോൾ അവിടെ കത്തീഡ്രൈസേഷനും വജൈനൽ എക്സാമിനേഷനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാൻകിനുകളായിരുന്നു. അങ്ങനെ ക്ലിനിക്കൽ സ്കിൽസ് ലാബുകൾ കണ്ട് ഞങ്ങൾ നേരെ അവരുടെ അനാട്ടമി ക്ലാസ് റൂമിലേക്കാണ് പോയത്. This is an anatomy block, so where all the anatomies module subject are delivering here in this section. ഓക്കെ. ക്ലാസ് റൂമിന്റെ പുറത്ത് ഫോർമാലിറ്റി ഹൈഡിൽ ഇട്ട് വെച്ച കുറച്ച് ഓർഗൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് അനാട്ടമി ക്ലാസ് ഒക്കെ? നല്ലതാണ്. ബുക്സ് ഒക്കെ ഏതാ റെഫർ ചെയ്യാറ്? ബുക്സ് ഞാൻ BDS നാട്ടിൽ ചെയ്യാറുണ്ട്. മൂന്ന് പറഞ്ഞിട്ട് അതും പിന്നെ അത് മാരോ മാരീബ്. ഓക്കെ. മാരോ യൂസ് ചെയ്യാറില്ലല്ലോ? മാരോ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ. യൂട്യൂബ് വീഡിയോസ്. ഞങ്ങൾ അങ്ങനെ അനാട്ടമി ക്ലാസ് റൂമിലേക്ക് കയറി. അവിടെ 3D സ്റ്റിമുലേറ്റർ ഉണ്ടായിരുന്നു. ജോർജിയയിൽ കടാവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 3D സ്റ്റിമുലേറ്ററിലാണ് കുട്ടികൾ അനാട്ടമി പഠിക്കാറുള്ളത്. ഞാൻ ഈ 3D സ്റ്റിമുലേറ്റർ മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഞാനത് ഓപ്പൺ ചെയ്യിപ്പിച്ചില്ല. അതായത് ഇത് നോർമൽ ഒരു ഞാൻ കാണിച്ചു തന്നില്ല ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിക്ക്. ഇത് നോർമൽ ഒരു വിൻഡോസ് മെഷീനാണ്. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെയാണോ അതേപോലെ ഒരു ടച്ച് കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഇതിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അത് ഈ ഷേപ്പ് അതൊരു ഹ്യൂമൻ ബോഡിയുടെ ഒരു സ്റ്റൈൽ വന്നോട്ടെ എന്ന ടേബിൾ കിടത്തുന്ന രീതിയിൽ വന്നോട്ടെ എന്ന രീതിയിലാണ് ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത്. പക്ഷേ ബാക്കി വെച്ച് നോക്കുമ്പോൾ നോർമൽ ഒരു വിൻഡോസ് മെഷീനാണ്. അപ്പോൾ അതിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമിലാണ് ഒരു 3D വരുന്നത്. 3D പ്രോഗ്രാം അതിൽ റൺ ചെയ്യുന്നതുകൊണ്ടാണ് കറക്റ്റ് നമുക്കത് 3D സിമുലേഷൻ കിട്ടണം. ഞങ്ങൾ അവിടുന്ന് നേരെ മറ്റൊരു അനാട്ടമി ക്ലാസ് റൂമിലേക്ക് പോയി. ഒരു ചെറിയ അനാട്ടമി ഡിസ്കഷൻ റൂമായിരുന്നത്. അതും ഓൾമോസ്റ്റ് 20 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു സെമിനാർ റൂമാണ്. ഇവിടെ ജോർജിയയിൽ ഭൂരിഭാഗം സ്റ്റുഡൻസ് അനാട്ടമി പഠിക്കുന്നത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ അല്ലെങ്കിൽ സെറാമിക് ബോൺസ് സ്കൾസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് അനാട്ടമിയുടെ ഒരു ക്ലാസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സും അതുപോലെ തന്നെ ക്ലിനിക്കൽസിൻ്റെ കാര്യങ്ങളും കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലിനിക്കൽസ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അവരോട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അനാട്ടമി നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത്? അതായത് അനാട്ടമി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ മൊഡ്യൂളായിട്ട് അനാട്ടമി ഫിസിയോളജി ഹിസ്റ്റോളജി ഒന്നായിട്ടാണോ അല്ലെങ്കിൽ അനാട്ടമി വേറെ തന്നെയാണോ? സെപ്പറേറ്റ് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് മൊഡ്യൂളുകൾ വരുന്നത്? അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളല്ല. ഓക്കെ. അപ്പോൾ അനാട്ടമി ഫെയിൽ ആയ അനാട്ടമി മാത്രമേ ഫെയിൽ ആവുള്ളൂ? ഇല്ല, അനാട്ടമിക്ക് ഇപ്പോൾ നമുക്ക് സെമിനാറിന് മാർക്ക് കിട്ടില്ലെന്ന് വെച്ചാൽ അപ്പം അതിന് ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിലും മൊത്തം എഴുതണം. ഏത് മൊത്തം എന്ന് പറഞ്ഞാൽ? അനാട്ടമി ഫിസിയോളജി ഹിസ്റ്റോളജി. അപ്പോൾ ഒരു മൊഡ്യൂളല്ലേ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്? യൂറിനറി അങ്ങനെ ഓരോന്ന് എക്സാം സെയിം ആണ്. എക്സാംസ് എല്ലാം ഒറ്റ എക്സാംസ്. അതായത് അനാട്ടമി ഫിസിയോളജി ഹിസ്റ്റോളജിയും കൂടെ ഒറ്റ എക്സാം ആണ്. മൂന്നിനും കൂടെ ഒരു എക്സാം ആണ്. അപ്പോൾ അതൊരു മൊഡ്യൂൾ അല്ലേ? അപ്പോൾ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ ആയിട്ടാണ് ഉള്ളത് അല്ലേ?
അങ്ങനെ ഓരോന്നും ഓരോ സബ്ജക്റ്റ് ആണ്. ഓരോ മൊഡ്യൂളായിട്ട്. ഓക്കെ. അനാട്ടമി അങ്ങനെയല്ല. ഓക്കെ. പിന്നെ കടാവർ ഇല്ലെങ്കിലും ജോർജിയയിൽ ഫോറൻസിക് മെഡിസിന്റെ സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിൽ നമുക്ക് ഓട്ടോപ്സി, അതായത് പോസ്റ്റ്മോർട്ടം കാണാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ഹ്യൂമൻ ബോഡി കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ അതായത് ഓട്ടോപ്സി ഉണ്ടോ? നിങ്ങൾക്ക് ഓട്ടോപ്സി കാണിച്ചു തരും. കാണിച്ചു തരും. എന്തായാലും ഓട്ടോപ്സി ഉണ്ടെങ്കിൽ പിന്നെ എന്തില്ല, ഇതിന്റെ ആവശ്യമില്ലല്ലേ, ഡൈസെക്ഷന്റെ ആവശ്യമില്ല. ഏത് സെമ്മിലാണ് ഫോറൻസിക് വരുന്നത്? 6th സെമസ്റ്റർ തൊട്ട് ചൂസ് ചെയ്യാൻ പറ്റും. കമ്പൽസറി ആവുന്ന 9th സെമസ്റ്റർ ആവുമ്പോഴത്തേക്ക് അത് എടുത്തേ. ഇപ്പൊ കഴിഞ്ഞു കംപ്ലീറ്റ് ആയോ? എടുത്തിട്ടില്ല. എടുക്കണം. അപ്പോൾ ഓട്ടോപ്സി ഉണ്ട് ശരിക്കും, നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. Medical students in the medical school, they are having only practice in the simulation lab. After passing the medical school, they are passing national exam like FMG exam in India. Then individually they are having internship. While the internship in India, they are having all the opportunity to learn how to make a sutures, IV and all. Yes. Under the supervision of the doctor. So this is a whole year of the practical. They can learn everything. So I don't think they can give someone student to the risk of some patient in the hospital. And so of course for learning they have to observe in the hospital to watch how the things are happening. But I think this is a whole procedure, so they have to understand. Okay. So I think so far the Georgia is the orthodox Christian and they're following the regulation. സർജറി ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? അതായത് എന്തൊക്കെ രീതിയിലുള്ള ക്ലിനിക്കൽസ് ആണ് കിട്ടുക? ഓക്കെ, ഫസ്റ്റ് സർജറി ആകുമ്പോൾ സർ ബേസിക് നമുക്ക് പഠിപ്പിക്കാനുള്ള അത് പഠിപ്പിക്കും. അതല്ലാതെ ഇൻ കേസ് ആ ദിവസം സാറിന് എന്തെങ്കിലും സർജറി ഉണ്ടെങ്കിൽ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യാൻ പറ്റും. ഓബ്വിയസ്ലി ബോഡിക്കകത്ത് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. സർജറിയുടെ സമയത്ത് നഴ്സിംഗ് അസിസ്റ്റന്റിനും പറ്റില്ല. നഴ്സിംഗ് അസിസ്റ്റന്റിനും ബോഡിയിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല. അല്ല, നമുക്ക് അതിന്റെ പേര് എക്യുപ്മെന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ട് ലേശം ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ച സർജറി ചെയ്യാൻ പറ്റത്തില്ല. സർജറിയാ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജിയോമെഡിയിൽ കാണാനുണ്ടായിരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ബേസ് നോക്കുന്ന സമയത്ത് ജിയോമെഡി ശരിക്കും ഒരു കുഞ്ഞു യൂണിവേഴ്സിറ്റി ആണ്. എന്നാൽ പോലും ഇവിടെ മെഡിസിൻ കോഴ്സ് മാത്രമാണുള്ളൂ എന്നുള്ള ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ ഓവറോൾ ആയിട്ട് നോക്കുന്ന സമയത്ത്, അതുപോലെ ജോർജിയയിലുള്ള മറ്റു യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീസിൽ ജിയോമെഡി എനിക്കൊരു ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നാറില്ല. ഈ ഒരു ഫീസിൽ ബെറ്റർ ആയിട്ടുള്ള വേറെയും ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ജോർജിയയിലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജിയോമെഡിനെ കുറിച്ച് അറിയാനുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലേക്ക് വിളിക്കുക, അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.